നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ്. ഒരു പെരുകളിയാട്ട് നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. 19 വർഷത്തിന് ശേഷമാണ് മാതമംഗലം മുച്ചിലോട്ട് ഇത്തരത്തിലൊരു പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. 28-ാം തീയതി രാത്രി 12 മണിവരെ ആളുകൾ ഈ ക്ഷേത്രപ്പറമ്പിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കി നടക്കും. എന്തായാലും മുച്ചിലോട്ട് ഭഗവതി അമ്മയുടെ തിരുവുടി നിവരുന്നത് കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് 28-ാം തീയതി ഈ ക്ഷേത്ര മൈതാനിയിലേക്ക് ഇരച്ചെത്തുക. ഈ ക്ഷേത്രത്തിലെ ഈ പെരുങ്കളിയാട്ട മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളുടെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര അടുക്കും ചുറ്റിയോടും കൂടിയാണ് ഇവർ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു പുരാതന ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ഈ അടുത്ത കാലത്താണ് ഇത്തരത്തിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വളരെ ഭംഗിയായി മോടി പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏതാണ്ട് കൺവീനർ സൂചിപ്പിച്ചതുപോലെ 250ഓളം ബാല്യക്കാർ മാസങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഇങ്ങനെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ കെട്ടിയെടുത്ത് ഇത്തരത്തിൽ നല്ല ഭംഗിയാക്കി നമുക്ക് ഇവിടെ വരുന്ന ആളുകളെ സ്വീകരിക്കാൻ ഒരുക്കിയിട്ടുള്ളത്. എം ശ്രീധരൻ ഈ പെരുങ്കളിയാട്ടത്തിൻ്റെ ജനറൽ കൺവീനറാണ്. ഇത് അന്തിത്തിരിയൻ രവി അന്തിത്തിരിയൻ, ഇവിടുത്തെ അന്തിത്തിരിയൻ. കൂടി നടക്കുന്ന ഒരു 270-280ഓളം ബാല്യക്കാരും ആ മാതൃസമിതി അംഗങ്ങളും സജീവമായി ഇവിടെ ഇതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ്. മുഴുവൻ സമയവും രാത്രി പകലെന്നില്ലാതെ പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിയത്. ഇപ്പോൾ കന്നിക്കലവറ, അതേപോലെ തന്നെ ഈ സാധനങ്ങൾ സൂക്ഷിക്കുന്ന കലവറ, അച്ഛന്മാരുടെ 4 പന്തൽ, അതേപോലെ തന്നെ ഈ വരുന്ന ആളുകൾക്കും മറ്റും ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ ഭക്ഷണപ്പന്തൽ, അതിൻ്റെ അടുക്കള സംവിധാനം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ അതിലൊരു 6 നേരമാണ് നമ്മളിവിടെ ഈ കളിയാട്ട സമയങ്ങളിൽ ഭക്ഷണം കൊടുക്കുക. ഈ 22 മുതലേ ഉച്ചയ്ക്ക് ഇവിടെ ഭക്ഷണമുണ്ട്. ഈ 6 നേരങ്ങളിൽ 25-ാം തീയതി വൈകുന്നേരം, 26-ാം തീയതി രാവിലെ ഉച്ചക്കും വൈകുന്നേരമായിട്ടുണ്ടാവും, 27-നും ഉച്ചക്കും വൈകുന്നേരം ഉണ്ടാവും, 28-ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ തുടർച്ചയായി രാത്രി വരെ ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയാണ് പൊതുവേ ഉണ്ടാകുക. ഒരു 3 ലക്ഷത്തിലധികം പേർ ഇവിടെ ഈ ദിവസങ്ങളിൽ വന്ന് ഭക്ഷണം കഴിക്കുമെന്നാണ് സംഘാടക സമിതി പ്രതീക്ഷിക്കുന്നത്. അതുപോലെ അതിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഒരു 3000ഓളം പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം പന്തലിൽ ഒരുക്കിയിട്ടുണ്ട്. അത് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 11ഓളം തെയ്യക്കോലങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ മാതമംഗലം മുച്ചിലോടിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തെയ്യങ്ങളിൽ 2 തെയ്യം, അതായത് പൊന്നൂനം തൊണ്ടച്ചൻ തെയ്യം, അതേപോലെ തായ്പര് ദേവത, പ്രത്യേകിച്ച് ഈ മാതമംഗലം മുച്ചിലോട്ട് മാത്രമുള്ളതാണ്. ഇവിടെ മാത്രം കണ്ടുവരുന്ന തെയ്യമാണ് ഈ തൊണ്ടച്ചൻ തെയ്യം. അപ്പോൾ ആ ഒരു സവിശേഷത കൂടി ഇവിടെയുണ്ട്. അത്ര മനോഹരമായ കാഴ്ചയാണ് ഈ മാതമംഗലം മുച്ചിലോട്ട് കാവിൽ നിന്നും നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും എല്ലാവരും ഇങ്ങോട്ടേക്ക് വരണം. ഇവിടെ അത്യപൂർവങ്ങളായ ഒരുപാട് തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തുന്നുണ്ട്. മാതമംഗലം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ട കാഴ്ചകൾ അടുത്ത ദിവസങ്ങളിലേക്കും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ പറഞ്ഞറിയിക്കുന്നതിനപ്പുറത്ത് കണ്ടറിയുന്നതാണ് നല്ലത്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ക്ഷേത്രഭൂമിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.